ഹലോ വെൽക്കം ഡിവൈൻ ടാറോട്ട് മലയാളത്തിലേക്ക്. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കട്ടെ. സേഫായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കാം. നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങളിൽ പ്രകൃതിദത്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, പ്രളയവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം സേഫായിട്ട് മാത്രം ഇരിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മളെപ്പോലെ നല്ല പ്ലേസിൽ നിൽക്കുന്ന ടൈമിലും ഒരുപാട് വലിയ മലകളിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഫീലിങ്സ്, ഇവരുടെയൊക്കെ ഒരു സ്നേഹം യാഥാർത്ഥ്യമാണോ എന്നാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തലപോച്ചിരിക്കാതെ വിട്ടുകളയുക കേട്ടോ. ഓക്കെ, ആ ഒരു പേഴ്സണിൻ്റെ ഫേസ് നല്ല രീതിക്ക് മനസ്സിലേക്ക് കൊണ്ടുവരിക. നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക കേട്ടോ. ടൈംലെസ് ആണ്, ജനറൽ ആണ്. അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് എടുക്കുക കേട്ടോ. അല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ വെറുതെ തലപോച്ചിരിക്കാതെ വിട്ടുകളയുക. ഓക്കെ, നമ്മൾ കാർഡ്സ് എന്തായാലും എടുക്കുന്നുണ്ട്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് അത്രയും സ്പെഷ്യലായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്രയും ഇമോഷണലി നല്ല രീതിക്കൊരു കണക്ഷൻ വയ്ക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അത്രയും സ്ഥാനം കൊടുത്തിട്ടില്ല, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല, പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള നല്ലൊരു പേഴ്സൺ ആയിരിക്കാം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അത്രയും കണക്ഷൻ ഇപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഒന്നെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഒരു വേൾഡിൽ നിങ്ങൾ സംസാരിച്ച ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പവർ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പം ഈ ഒരു സമയം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. എന്തായാലും കാർഡ്സ് എടുക്കട്ടെ. ഒരു പക്ഷേ ചില ആൾക്കാരൊക്കെ ഈ ഒരു കാരണം കൊണ്ട് വേദനിക്കുന്നുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്യൂറിയോസിറ്റീൻ്റെ പേരിൽ നോക്കുന്ന ആൾക്കാരുണ്ടാവാം. എങ്കിലും ഒരു പഴയ ഒരു കണക്ഷൻ കിട്ടാത്തത് കൊണ്ട് വന്നിട്ടുള്ള ആൾക്കാരെയാണ് കൂടുതലും എനിക്ക് കണക്റ്റ് ആക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. വളരെ ശാന്തമായിട്ട് മാത്രം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തൽക്കാലം അതൊന്ന് മാറ്റി വയ്ക്കുക. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 9 ഓഫ് സോഡ്സ് ആണ്. ഈ ഒരു പേഴ്സണിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേഴ്സണ് സ്നേഹം യാഥാർത്ഥ്യമാണ്, ഫീലിങ്സ് ഒക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ നല്ല രീതിക്കുള്ള ഓവർ തിങ്കിങ്ങും ആശങ്കയും പേടിയും ഈ ഒരു പേഴ്സണിൻ്റെ മനസ്സിലുണ്ട്. അതൊരു പക്ഷേ നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നത്തിൽ നിന്നുണ്ടായതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആളുടെ പേഴ്സണൽ ലൈഫിൽ നിന്നുണ്ടായതായിരിക്കാം. ഓക്കെ, ഈ ഒരു സമയം ആളുടെ ഉള്ളിലേക്ക് തന്നെ ഒരു ആത്മപരിശോധന നടത്തുന്നൊരു സമയമായിട്ടും കാണുന്നുണ്ട്. ഈ വ്യക്തി എന്ന് പറയുന്നത് ആലോചിച്ചും കണ്ടും മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പേഴ്സണായിട്ട് കാണുന്നുണ്ട്. ആളുടെ ഉള്ളിൽ ശക്തമായിട്ടുള്ള വികാരങ്ങളുണ്ട്, പക്ഷെ ഫുള്ളി നിങ്ങളോടത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഒരു ഡിസ്റ്റൻസ് എടുക്കുന്നത് ആൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, ആളെ തന്നെ സ്വയം സംരക്ഷിക്കുന്നു, ബൗണ്ടറി കീപ്പ് ചെയ്യുന്നു എന്നൊക്കെയാണ് കാണിക്കുന്നത്. താങ്കളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിക്ക് തന്നെ സത്യസന്ധമായിട്ടും വിശ്വാസത്തോടെയും സന്തോഷത്തോടു കൂടിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ഈ പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം കൺഫ്യൂഷനാണ്. യഥാർത്ഥ വികാരങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കണം എന്നുണ്ട്, എങ്കിലും അവിടെ കൺഫ്യൂഷൻ വരുന്നു. അതേപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് സ്റ്റെബിലിറ്റിയോടുകൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നും നല്ല രീതിക്കുള്ള ഒരു അട്രാക്ഷൻ എന്നും ശരിയായിട്ടുള്ള സമയം വന്നാൽ ഞാനത് പ്രകടിപ്പിക്കുമെന്നും ഈ പേഴ്സൺ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് ആളെ സംബന്ധിച്ച് ആളുടെ എന്തൊക്കെയോ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിലൂടെ ആൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ. അതേപോലെ തന്നെ 5 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഒരു ഭാവിയിലേക്കുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നല്ല രീതിക്ക് ആൾ ആലോചിക്കുന്നുണ്ട്. ദീർഘകാലം ഈ ഒരു ബന്ധത്തിന് സാധ്യതയുണ്ടോ എന്നൊക്കെ ആൾ സ്വയം ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 6 ഓഫ് പെൻഡക്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പേഴ്സൺ ഒന്നെങ്കിൽ ജോബ്, അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ ലൈഫിലെ ഫാമിലി സംബന്ധിച്ചിട്ടുള്ള
കുറേ കാര്യങ്ങൾക്ക് സമ്മർദ്ദം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ ജോലി ഇല്ലാത്തതായിരിക്കാം, അന്വേഷിക്കുന്നതായിരിക്കാം, ജോലിപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വളരെ ഫാമിലിയിൽ നിന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, അതും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, തെറ്റിദ്ധാരണകൾ, ഇതൊക്കെ എന്താണ് പുറത്തു നിന്നുള്ള ഇടപെടൽ കൊണ്ട് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലതൊന്നും ഓപ്പണായിട്ട് ഫുള്ളി തുറന്നു പറയാതെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ താങ്കൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടാവാം, അതുമൂലം താങ്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. പക്ഷേ അത് പറയേണ്ട സമയമായിട്ട് അവർ കാണുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് വളരെയധികം ഹേർട്ടാവുന്നുണ്ടാവാം. എന്തുകൊണ്ട് ഡിസ്റ്റൻസ് എടുക്കുന്നു, എന്തുകൊണ്ട് ഓപ്പൺ ആവുന്നില്ല എന്നൊരു കാര്യം നിങ്ങൾ കൂടുതലായിട്ടും ചോദിക്കുന്നുണ്ടാവാം. അതുമൂലം ആ പേഴ്സണ് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവാം. പറയേണ്ട സമയമല്ല എന്നാൾ പറഞ്ഞിട്ടുണ്ടാവാം. എങ്കിലും നിങ്ങൾക്കത് ഓപ്പൺ ആവാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ നല്ല രീതിക്ക് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 6 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെന്ന് പറയുന്നൊരു പേഴ്സൺ കഴിഞ്ഞ കുറേ നല്ല മൊമെൻറ്റ്സിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ പേഴ്സണും കഴിഞ്ഞ കുറേ നല്ല മൊമെൻറ്റ്സിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഒരു പക്ഷേ ലൈഫിൽ വീണ്ടും അത് സംഭവിക്കുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട് നല്ല രീതിക്ക്. അതേപോലെ പരസ്പരം പിന്തുണയും കൊടുക്കലും വാങ്ങലും ഒക്കെയുള്ളൊരു ഒരു 2 പേരും ഒരുമിച്ച് എഫോർട്ട് എടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റിയോട് കൂടെ പോകാൻ പറ്റുന്ന നല്ലൊരു റിലേഷനായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹം, ഇപ്പോൾ ലവേഴ്സിൻ്റെ കാര്യമാണെന്ന് പറയുന്നതെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? പരസ്പരം മനസ്സിലാക്കുക, ഒരു ആത്മബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് തടസ്സങ്ങളുണ്ടാകാം. മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ബന്ധത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ അതൊരു ഒരു ഒരു ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് എത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ ഇരുവരും എന്താണ് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി 2 പേരും എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. ആ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ആ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഇനിയിപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ ഒരു സമയം നിങ്ങൾ കുറച്ച് ക്ഷമയോടുകൂടെ കാത്തു നിൽക്കാനാണ് പറയുന്നത്. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളോട് കൂടെ അടുക്കാനുള്ള ഒരു റീയൂണിയൻ വീണ്ടും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ചില കാര്യങ്ങളൊക്കെ ഒളിച്ചു വെക്കുന്നുണ്ട്, ചില കൺഫ്യൂഷൻസൊക്കെ ഉണ്ട്. എങ്കിലും അതൊക്കെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യും, ഓപ്പണായിട്ട് പറയുമെന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ പേഴ്സൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു പേടി, അതേപോലെ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങളും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, കൂടെ നിൽക്കാനായിട്ട് ശ്രമിക്കാം. ആ പേഴ്സണെ പോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് വേദന ഉണ്ടാകാം. അതേപോലെയുള്ളൊരു വേദനയിലൂടെയായിരിക്കും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു പഴയതുപോലെയുള്ള ഒരു കണക്ഷൻ കിട്ടാത്തത് കൊണ്ടും നിങ്ങളും അനുഭവിക്കുന്നുണ്ടാവാം. ഈ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യുക, മാനസികമായിട്ട് ഒരു സ്വയം സംരക്ഷണം ഉണ്ടാക്കിയെടുക്കുക. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിലും റെസണേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ബിലോ. പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിലും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം വേറെ എന്തെങ്കിലും ടോപ്പിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമുക്കത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു സമയം എല്ലാവരും ഹാപ്പി ആയിട്ടും അതേപോലെ സേഫായിട്ടും ഇരിക്കാനായിട്ട് ശ്രമിക്കാം. അതേപോലെ ഒട്ടും സുരക്ഷിതമല്ലാത്ത ആളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക്